ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ മതാമൃതാനന്ദമയി അനുശോചനം രേഖപ്പെടുത്തി. ആദരണീയനായ പോപ്പ് ഫ്രാൻസിസിന്റെ ദേഹവിയോഗം നമ്മെല്ലാം അഗാധമായ ദുഃഖത്തിലാഴ്ത്തുന്നു. സംഘർഷം നിറഞ്ഞ ഇന്നത്തെ ലോകത്തിന് അദ്ദേഹത്തിന്റെ വേർപാട് തീരാ നഷ്ടമാണ്. ചിന്തയിലും പ്രവൃത്തിയിലും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. വിശാല വീക്ഷണവും മനുഷ്യസ്നേഹവും തികഞ്ഞ വ്യക്തിത്വമായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. സത്യം ലോകത്തെ അറിയിക്കേണ്ട അവസരങ്ങളിൽ അദ്ദേഹം നിർഭയം അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സമത്വത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു യഥാർത്ഥ സന്ദേശ വാഹകനെയാണ് അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ആദരണീയനായ പോപ്പ് ഫ്രാൻസിസിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ ആത്മാവ് നിത്യശാന്തി പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയുടെ സ്നേഹവും അല്ലെങ്കിൽ കാരുണ്യവും ഒക്കെ ജീവിതത്തിൽ പലതരത്തിലായിരിക്കും ഓരോരുത്തർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. വ്യക്തിപരമായ ഒരു അനുഭവം, ഒരു സുഹൃത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കരൾ മാറ്റിവെക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെ കരളിന് വേണ്ടി എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കെടാവർ ലിവർ കിട്ടാനില്ലാത്ത സാഹചര്യമായിരുന്നു. 2015 ഈ സംഭവം. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഒരാൾ വരുന്നു. ഈ സുഹൃത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ വടക്കൻ കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് വരുന്നു. ലിവർ നൽകാൻ, കരൾ ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. അദ്ദേഹം വരാനുണ്ടായ ഒരേ ഒരു കാരണം ആ വർഷമായിരുന്നു മാർപ്പാപ്പ അവയവദാനത്തെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞത്. അവയവദാനമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ധർമ്മമെന്ന് അദ്ദേഹം പറഞ്ഞത്. ആ ആഹ്വാനം കേട്ടാണ് അദ്ദേഹം ഈ കരൾ ദാനത്തിന് തയ്യാറായത്. ഞങ്ങളുടെ സുഹൃത്ത്, പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു. ആ കരൾ നൽകിയ ആളും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു. അത് മാർപ്പാപ്പയുടെ ആ വാക്കുകളുടെ ഒരു മഹത്വം കൊണ്ട് മാത്രമായിരുന്നു സംഭവിച്ചത്. അങ്ങനെ ആ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം ഞങ്ങളെപ്പോലുള്ളവർക്കും ലഭിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഇടവേളയിലേക്ക് പോവാം.